ഇനി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് എൻ്റെ ഓണ വീഡിയോ വരണത്. ഓണത്തിൻ്റെ അന്ന് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ ഓണാഘോഷം ചെറിയൊരു ഓണാഘോഷമാണ് കാണിക്കുന്നത്. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓണത്തിന് ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ചിറ്റയുടെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഓണാഘോഷം. എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ചിറ്റയുടെ മക്കളൊന്നും സെറ്റ് മുണ്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർ പറയുകയാണ് എന്താ പറയുക, മുൻപും ശേഷവും, മേക്കപ്പിനും മുൻപും ശേഷവും എന്ന് പറഞ്ഞ് കാണിക്കണം എന്ന് എന്നോട് പറയുമായിരുന്നു. കലവിലെ ശബ്ദമായതുകൊണ്ട് ആ ശബ്ദമെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കലാണല്ലോ, പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും. അപ്പോൾ അവരൊക്കെ അങ്ങ് റീലെടുക്കാനുള്ള പരിപാടികളിലൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അതുകൊണ്ട് പിന്നെ അതൊന്നും ആ ഊണ് കഴിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതൊന്നും ഞാൻ കാണിച്ചിട്ടുമില്ല. അതൊക്കെ വീട്ടിൽ തന്നെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ ഓണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് കല്യാണമാണ് ഡിസംബറിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ചർച്ചകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയത് അവിടെ. അപ്പോൾ കല്യാണത്തിന് ഇപ്പോൾ ഡാൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഏത് കളിക്കണം എന്നൊക്കെ ചോദിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചിറ്റയുടെ മക്കളും ഞങ്ങളെല്ലാവരും തമ്മിൽ വല്ലാത്തൊരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് അവരെ ഒന്നും കാണാതിരിക്കാനോ അവരോട് സംസാരിക്കാതിരിക്കാനോ പറ്റാറില്ല എപ്പോഴും. ചിറ്റിയായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും അപ്പോൾ എപ്പോഴും നല്ല ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്ന് അത് ആഘോഷിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് മാത്രം ആഘോഷിക്കാതെ എല്ലാവരും ഒന്നു ചേർന്ന് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും പറയുകയാണ് അവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ വീഡിയോ എടുക്കണ്ടോ, ഞങ്ങളൊക്കെ ഇതിൽ വരുമോ എന്ന് നമ്മുടെ പാച്ചക്കുട്ടൻ ചോദിക്കായിരുന്നു. അപ്പോൾ അവൻ പാച്ചക്കുട്ടന് കിച്ചുക്കുട്ടനും ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ ഹാപ്പി ഓണം പറയുകയാണ്. അപ്പോൾ ഓണത്തപ്പനെ ആരോ തട്ടിയിട്ടു പിള്ളേരുടെ കുറുമ്പ് കാരണം. അപ്പോൾ അതൊക്കെ അവൾ വീണ്ടും എടുത്ത് അവൾ നേരെയാക്കി വെക്കുകയാണ്. നമ്മുടെ രേവതിക്കുട്ടി നേരെയാക്കി വെക്കണം. അപ്പോൾ അവൻ പാച്ചക്കുട്ടൻ പറയുകയാണ് അച്ഛനാണ് അത് തട്ടിയിട്ടതെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഓണത്തിന് ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർ ഒറ്റയ്ക്കാണ് ആഘോഷിക്കുക. അപ്പോൾ അങ്ങനെ ആഘോഷിക്കുന്നവരൊക്കെ ഒരിക്കലെങ്കിലും കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നൊന്ന് ആഘോഷിച്ച് നോക്കട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ആയിരിക്കും. അല്ലാതെ ഞാൻ മാത്രം ആ ഒരു ചിന്തകളൊക്കെ വിട്ടിട്ട് നമ്മളെല്ലാവരും ഒന്നാണ്, അതാണല്ലോ ഓണത്തിൻ്റെ ഒരു സന്ദേശം. അതുപോലെ ഒന്ന് ആഘോഷിച്ച് നോക്കാം. അപ്പോൾ അറിയാം അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം അവിടെ നല്ല ഭംഗിയുള്ള പാടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും റീൽസ് എടുത്തു, പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും ചിരിച്ച് കളിക്കണോ, കല്യാണത്തിന് എങ്ങനെയാണ് ഡാൻസ് കളിക്കണതെന്നൊക്കെ പറഞ്ഞ് അവർ തമാശ പറയാട്ടിരുന്നിട്ട് അങ്ങനെ എല്ലാവരും നല്ല സെറ്റ് മുണ്ടൊക്കെ സുന്ദരിമണികളായി തരുണീമണികളായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇനി അടുത്ത വർഷം കാത്തിരിക്കണം. അതിനു മുമ്പ് നമ്മുടെ കല്യാണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലും നന്നായിട്ട് അടിച്ച് പൊളിക്കും എന്നൊക്കെ അവർ പറയാണ് കേട്ടോ. നിങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരുമിച്ചാണ്, കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചാണോ ആഘോഷിച്ചത്, അതോ ഒറ്റയ്ക്കാണോ ആഘോഷിച്ചത്, അതുപോലെ ടൂറ് പോവുകയാണോ ചെയ്തത്? അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനും എൻ്റെ ആങ്ങളുടെ മോളും കൂടി വെറുതെ നടക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് നമ്മുടെ അവനിക്കുട്ടിനോട് പറഞ്ഞ് അവനപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ വീഡിയോ ആണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക. അടുത്ത ഓണത്തിനായി കാത്തിരിക്കാം. എല്ലാവർക്കും ടാറ്റാ.